സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കല്യാണി രാഗമാണ് നമ്മൾ ഗീതം ഫസ്റ്റിൽ പ്ലെയിൻ ആയിട്ടെടുത്ത് ഇനി സെക്കൻഡ് സംഗതികളൊക്കെ വെച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആരോഹണം അവരോഹണം മാത്രം ഒന്ന് വായിച്ചാൽ പോരെ, എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളെ സ്നേഹം എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സ്നേഹവും ബഹുമാനവും കിട്ടണമെങ്കിൽ ഞാൻ നിങ്ങൾക്കത് തന്നാലേ എനിക്കിത് കിട്ടുള്ളൂ, ഉറപ്പാണ്. അതുകൊണ്ട് പരസ്പരം അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ. കുറെ സംഗതികൾ ഇങ്ങനെ കല്യാണി രാഗത്ത് ചെയ്യാനുണ്ട്. നമുക്ക് നേരം പോകും, വേണ്ട. അവിടെ ജാതലാണ് കറക്റ്റ് ചെയ്യാനുള്ളത്. മനസ്സിലായോ? കാമല ജാതള നിധപ വിമല നിധപ വിമല സുനയന നിധപ ധപ മപ വിമല സുനയന ധപ മപ സുനയന ധപ മപ സുനയന കരിവ ഗ ഗ മപ ഗ മപ കരിവ രദകാരു രദകാരു. മനസ്സിലായോ? കരി അവിടെ ഗ മപ പധധനി പധധനി കരിവ ഗ മപ കരിവ രദകാരു രദക അല്ല രദകാരു. മനസ്സിലായോ? പദധനി പദധനി രദകാരു രദകാരു. നാംബു ധപമ നാംബു ധപമ നാംബു ഹേ പഗരി സ ഹേ. അപ്പൊ അതൊന്നൊരു പാടല്ലേ. കരിവ സ്വരം ഗ മപ കരിവ പധധനി രദകാരു നാംബു സ്വരം ധപ മ നാംബു പഗരി സ ധേ. അയ്യോ ധേ. മനസ്സിലായോ? ധേ. അടുത്തത് കരുണ കരുണ സനിധ. നിങ്ങൾ കേൾക്കുവോ? സന്നിധ ഞാൻ പറഞ്ഞാൽ കോളർ മൈക്ക് ഉണ്ടെങ്കിൽ കേൾക്കായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇത്തിരി സ്ട്രെച്ച് ചെയ്ത് പറയട്ടെ. സനിധ സനിധ. ഭംഗി പറയും, എന്നാലും വേണ്ടില്ല. സനിധ സനിധ
എന്നാണേ. ഗരി ഗ ഗരി ഗ സരി ധ ഗരി ഗ കരുണ ജലധേ ജലധേ കമല സ്വരം മാ ബാ മാ ബാ കമ മാ ബാ കമല മഗരി സ ല മഗരി സ മ പ മഗരി സ ക പ ല ഇത്ര നന്നാക്കിയ പോരല്ലേ. മ പ മഗരി സ ക പ ല ഈ സനി സ സനി സ ക ധ അടുത്തത് ഗ മ ഗ മ പ മ പ ധ പ കേ ശി ഗ മ പ കേ ശി നാര ഗ മ പ ധ പ നാര ഗ മ പ ധ പ നാര ഗ സുരവി നിധ പ കേശി നാരക മനസ്സിലായല്ലോ അല്ലേ. കേശി ഗ മ പ അപ്പൊ കേശി മ പ ധ പ നാര ഗ നിധ പ സുരവി സുരവി എന്നാണ് വി വി സുരവി നിധ പ സുരവി ഭേദന ധ പ മ പ ധ പ മ പ ഭേദന ഭേദന മനസ്സിലായോ. ഇനി വേണോ. ദ പ മ പ ഭേദന വരദ ഗ മ പ വേല പ ധ ധ നി ഗ മ പ പ ധ ധ നി വരദ വേല ധ പ മ പൂര സു പുര 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 പൂര സു ബുക്ക് വാങ്ങിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് അത് പഠിക്കാം. ധൈര്യം ബുക്ക് വാങ്ങിക്കോളി. നല്ലൊരു ബുക്ക്. നെടുമങ്ങാട് ശശിധരൻ മാഷ് എൻ്റെ ഒരു ഗുരുനാഥനാണ്. അവരെ ബുക്കും ഉണ്ട് ടൗണിൽ. പിന്നെ സുരേഷ് നാരായണൻ ഇട്ട് ഇഷ്ടമുള്ളത് വാങ്ങാം. ധ പ മ പ ഗ രി സ പൂര സു പൂര പൂര സു രോത്തമ. ശരിയല്ലേ. നമ്മള് ഇടയ്ക്ക് ഒരു സംസാരം വന്നോണ്ട് ശരിയായിരിക്കും. ശരിയാണ്. പൂര സു രോത്തമ സനിധ കരുണ. അവിടെ കുസുമ ശരതേന്നാന്ന് തോന്നുന്നു അല്ലേ. കുസുമ ശരദേ. തെറ്റിച്ചാല് എന്തെങ്കിലും ഞാൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ബുക്കിൽ നോക്കി പാടിക്കോളി കേട്ടോ. പണ്ടേ ഞങ്ങളോട് പറയുന്ന വേർഡ്സ് എന്തെങ്കിലുമൊക്കെ ചിലപ്പം തെറ്റ് വരും എൻ്റെ അടുത്ത്. ഞാനത് സമ്മതിച്ചു തരും.
പക്ഷെ സ്വരം തെറ്റൂല. സാ നി ധ ഗേ രി ഗ കുസുമ ശാരദേ കുസുമ ശാരദേ കമ കമ കമല റിപ്പീറ്റ് ചെയ്യുന്നതാണത്. ഇത്രയേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഗീതവും സ്പീഡ് പാടി ശീലിക്കണേ. അത് സ്വരങ്ങൾ നാവിൽ ഇങ്ങനെ തത്തിക്കളിക്കാനാ. സാഹിത്യങ്ങളും നമ്മൾ അത്രയും ടഫായ പാട്ടുകളൊക്കെയാണ്, ഫിലിം സോങ് ഒക്കെ ലോകത്ത് കിടക്കുന്നത്. അപ്പൊ നമ്മൾ പൊതുവേ നമ്മുടെ സ്വരങ്ങൾ ഇങ്ങനെ നാവിൽ ഇങ്ങനെ തത്തിക്കളിക്കണമെങ്കിൽ സ്വരം സ്പീഡിൽ പാടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന കാര്യങ്ങൾ സ്പീഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആദ്യം കുറച്ച് സ്പീഡ് കുറയ്ക്കുക. സ സ സ നി ധ നി സ കമലജാദള അങ്ങനെ പോകും. കുറേ പോകും. സ സ സ നി ധ നി സ കമലജാദള സ സ സ നി ധ നി സ കമലജാദള നി ധ പ ധ പ മ പ നി ധ പ ധ പ മ പ വിമല സുനയന നി ധ പ ധ പ മ പ വിമല സുനയന. അപ്പൊ സ സ സ നി ധ നി സ കമലജാദള സദസനി ധനിസ സദസനി ധനിസ കമലജാദള കമലജാദള കമലജാദള. മനസ്സിലായോ? സദസനി ധനിസ കമലജാദള നിധ പദ പമ പ നിധ പദ പമ പ നിധ പദ പമ പ വിമല സുനയന നിധ പദ പമ പ നിധ പദ പമ പ വിമല സുനയന നിധ പദ പമ പ വിമല സുനയന കമലജാദള വിമല കമലജാദള വിമല സുനയന സദസനി ധനിസ നിധ പദ പമ പ സദസനി ധനിസ നിധ പദ പമ പ കമലജാദള വിമല സുനയന കമലജാദള വിമല സുനയന കമലജാദള വിമല സുനയന. മനസ്സിലായോ? ഗമ പദ ധനി കരി വരദ കരു ഗമ പദ ധനി കരി വരദ കരു അങ്ങനെ സ്പീഡ് കൊണ്ടുപോവാ. മൃദുപാണി കണ്ടില്ലേ? മൃദുപാണി മൃദുപാണി വനരുഗലോ ജനരണി വനരുഗലോ ജനറാണി ജനരമണി രമണിയുണ്ട്. വനരുഗലോ ജനരമണി വനരുഗലോ ജനരമണി. അതൊക്കെ നമ്മുടെ കഴിവാണത്. ഇതൊക്കെ എന്റെ ടെക്നിക്കാ. ഞാൻ ആരും ഒന്നും പറഞ്ഞു തരില്ല. ആ ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ദൈവം എന്തൊക്കെ മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് പറഞ്ഞില്ല. കുറച്ച് പറഞ്ഞിരുന്നില്ല. എല്ലാം കൂടി പറയുമ്പോൾ ഒന്ന്. അപ്പൊ എങ്ങനെ എന്ത് ചെയ്യണം? ഇത് എന്തൊരു സംഭവം പഠിക്കണം, സ്പീഡ് പഠിക്കുക. ഒരു പ്രശ്നമില്ല. സ്പീഡ് പാടാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുക. കഴിവുണ്ടെങ്കിൽ അല്ല, കഴിവുണ്ടാക്കി എടുക്കണം. കഴിവുണ്ടെങ്കിൽ വേറെ കാര്യം. കഴിവുണ്ടാക്കി എടുത്താൽ കഴിവുണ്ടാവും. അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഇത് എന്റെ നിഘണ്ടുവിലേ ഇല്ല. കഴിവുണ്ടെങ്കിൽ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കഴിവ്. അതിൽ സ്റ്റാൻഡായി നിൽക്കണം നമ്മൾ. അതിൽ ആരെന്തൊക്കെ എതിർത്ത് പരിഹസിച്ചാലും അവസാനം അവരൊക്കെ നമ്മളെടുത്ത് തന്നെ വന്നു വീഴും. അതിനാണ് നമ്മൾ സ്റ്റാൻഡായിട്ടും ഈശ്വരനെ പ്രാർത്ഥിച്ച് ഈശ്വരൻ സർവശക്തനായ ഒരു ദൈവം, ഏകദൈവം നമ്മളെ കൂടെ ഉണ്ട്. ബാക്കി ഒന്നും പ്രശ്നമല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും മതി. ഇത്രയൊക്കെ നിൽക്കട്ടെന്ന്. ഓക്കെ, എല്ലാവർക്കും സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവാൻ നമ്മൾ അത്രയ്ക്കും നല്ല കർമ്മം ചെയ്താലേ ഉണ്ടാവുകയുള്ളൂ, കൂടെ നിൽക്കുള്ളൂ ഈശ്വരൻ. ഓക്കെ, ശരി.